സംസ്ഥാനത്ത് 11 ജില്ലകളിലാണല്ലോ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത നമ്മളിപ്പോൾ പറഞ്ഞത്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയും കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുമാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അല്ലേ. പിന്നെയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് അല്ലേ. അപ്പോൾ വിവിധ ഇടങ്ങളിൽ നിന്നും നമ്മുടെ പ്രതിനിധികളൊക്കെ ഒപ്പം ചേരുന്നുണ്ട്. മുഹമ്മദ് ഷഹീദാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത് നമുക്കപ്പം. ഷഹീദ, ഗുഡ് മോർണിംഗ്. വടക്കൻ ജില്ലകളിലൊക്കെ ശക്തമായ മഴയുണ്ട് എന്നാണ് പറയുന്നത്. നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പാണ്. എങ്ങനെയാണ് കോഴിക്കോട് മഴയുടെ സ്ഥിതി? ഈ ജാഗ്രതാ നിർദ്ദേശങ്ങളുമൊക്കെ എങ്ങനെ നൽകിയിരിക്കുന്നു? മുത്തി, കോഴിക്കോട് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ്. സൂചിപ്പിച്ച പോലെ തന്നെ വയനാട്, കണ്ണൂർ, കാസർഗോഡൊക്കെ ഓറഞ്ച് അലേർട്ടുണ്ട്. പക്ഷേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കാസർഗോഡ്, വയനാട് ജില്ലകളിൽ മാത്രമാണ് അവധി നൽകിയത്. കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി, വടകര താലൂക്കുകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന സമയത്ത് മഴ ഇപ്പോൾ നമുക്ക് ഇല്ല. പക്ഷേ ഏത് നിമിഷവും മഴ പെയ്യാൻ സാധ്യതയുള്ള രീതിയിലാണ് അന്തരീക്ഷം, കാലാവസ്ഥ ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ രാത്രി നല്ല തോതിൽ പലയിടങ്ങളിലും മഴ ലഭ്യമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ നാശനഷ്ടങ്ങൾ, മഴ കൊണ്ടുണ്ടായ നാശനഷ്ടങ്ങളൊന്നും എവിടെയും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിലുള്ളവർ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്, നല്ല കാറ്റുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടറുടെ ഇന്നലത്തെ പ്രത്യേക അറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മലയോര മേഖലയിൽ വടകര, താമരശ്ശേരി താലൂക്കുകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കടൽ തീരപ്രദേശത്തുള്ളവരോടും ആ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഓറഞ്ച് അലേർട്ടാണ്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കാലവർഷത്തിൻ്റെ സമയമാണെങ്കിൽ കൂടി അതിശക്തമായ രീതിയിലുള്ള മഴ നമുക്ക് പലപ്പോഴും ഇപ്പോൾ ഈ സീസണിൽ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. ചില ദിവസങ്ങളിൽ മാത്രമാണ് വലിയ മഴ ലഭിക്കുന്നത്. പക്ഷേ ഈ ദിവസങ്ങൾ, ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച ഈ ദിവസങ്ങളിൽ നിമിഷവും അന്തരീക്ഷം മഴ പെയ്യാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും അതിൻ്റെ മുന്നൊരുക്കങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ജനങ്ങൾക്കും ആ തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മോത്തി, ശരി. ഏതായാലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടും കുടയില്ലാതെ നിന്ന് സംസാരിക്കാൻ പറ്റുന്നു ഷഹീദിന്. അങ്ങനെ തന്നെ തുടരട്ടെ, മഴ ശല്യപ്പെടുത്താതിരിക്കട്ടെ. പിന്നെ കൃഷിയെ സംബന്ധിച്ച് മഴ അത്യാവശ്യമുണ്ട് അല്ലേ. ഇനി നമുക്ക് വയനാട് വരെ പോകാം. അവിടെ നിന്നും എം കമൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കമൽ, ഗുഡ് മോർണിംഗ്. വയനാട്ടിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മഴ ശക്തമാണോ? മോത്തി, ഗുഡ് മോർണിംഗ്. ഇടവിട്ട ശക്തമായ മഴ പെയ്യുന്നുണ്ട്. മഴയുടെ അന്തരീക്ഷം തന്നെയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഒരു വലിയ മഴ കഴിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയാണ്. അത്തരത്തിൽ ഇടവേളകളിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിൽ മഴ പെയ്യുകയോ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇന്നലെയും ഓറഞ്ച് അലർട്ടായിരുന്നു. പക്ഷേ ഇന്നലെ പകലൊന്നും ശക്തമായ മഴയുണ്ടായില്ല. ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം ഇന്ന് പുലർച്ചെയൊക്കെ ഇത്തരത്തിൽ ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. എന്തായാലും എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. ഇന്ന് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. ഇന്നലെയും വയനാട്ടിൽ അവധി നൽകിയിരുന്നു. ഇന്ന് ഇപ്പോൾ അതുപോലെ മറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ആരെങ്കിലും മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ നടപടിയെടുക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ കരിങ്കൽ കോറികളുടെ പ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ട്. സാഹസിക ടൂറിസം പ്രവർത്തനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വയനാട്ടിൽ ഈ കാലവർഷക്കാലത്ത് കേരളത്തിൽ തന്നെ ഏറ്റവും കുറവ് മഴ ലഭിച്ച ഒരു ജില്ലയാണ്. കർഷകരൊക്കെ വലിയ ആശങ്കയിലാണ്. വയനാട്ടിലെ നെൽകർഷകർ മഴയെ മാത്രം ആശ്രയിച്ച കൃഷി ഇറക്കുന്നവരാണ് ഈ സമയത്ത്. അതുകൊണ്ട് തന്നെ മഴക്കുറവ് വലിയ ആശങ്കയായിരുന്നു. മഴ പെയ്യേണ്ടതുണ്ട്, പക്ഷേ അതേസമയം ആശങ്കയുണ്ടാക്കുന്ന തരത്തിൽ അതിതീവ്ര മഴയൊക്കെ വയനാടിനെ സംബന്ധിച്ച വലിയ ആശങ്കയാണ്. അത്തരത്തിലുള്ള സാഹചര്യം എന്തായാലും നിലവിലില്ല. മഴ പെയ്യുന്നുണ്ട്. മോത്തി, ശരി. ആശങ്കയുടെ സാഹചര്യം ഇല്ലെന്നാണ് കമൽ പറയുന്നത്. മഴ പെയ്യുന്നുണ്ട്, പക്ഷേ കുടയോടുകൂടിയാണ് നിൽക്കുന്നത് അല്ലേ. ഇനി കാസർഗോഡ് നിന്ന് സാരം കൊണ്ട് നമുക്ക് വിവരങ്ങൾ നൽകാനായി. സാരംഗ, ഗുഡ് മോർണിംഗ്. കാസർഗോഡ് മഴയുണ്ടോ? മോത്തി, ഗുഡ് മോർണിംഗ്. കാസർഗോഡും ഇന്ന് പുലർച്ചെയൊക്കെ തന്നെ ഇടവിട്ട് ശക്തമായ മഴ പെയ്തെങ്കിലും ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. തെളിഞ്ഞ ആകാശമാണ്. ജില്ലയിൽ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലുള്ള മഴക്കെടുതികളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അത് പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ റെസിഡൻഷ്യൽ കോളേജുകൾക്കും റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും അവധി ബാധകമല്ല എന്നതുകൂടി ജില്ലാ കളക്ടർ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. പ്രധാനമായും ആശങ്ക അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രത്യേകമായി ശ്രദ്ധ വേണ്ടത് മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ്. മലയോര മേഖലകളിൽ മുൻ ദിവസങ്ങളിലൊക്കെ തന്നെ മണ്ണിടിച്ചിലടക്കമുണ്ടായ സാഹചര്യങ്ങളുണ്ടായിരുന്നു.
പാതയിലടക്കം മലയോര ഹൈവേയിലടക്കം വലിയ രീതിയിൽ ഗതാഗത തടസ്സങ്ങളുണ്ടായ കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ മുൻ ദിവസങ്ങളിലൊക്കെ തന്നെ അലർട്ടുകളുണ്ടായ ദിവസങ്ങൾ കണ്ടതാണ്. അപ്പോൾ ആ രീതിയിലുണ്ടാകുന്ന പ്രത്യേക ശ്രദ്ധ വേണം. അതോടൊപ്പം തന്നെ തീരദേശ മേഖലകളെ സംബന്ധിച്ചും ചെറിയ രീതിയിൽ ആശങ്കയുണ്ടാക്കി തുടങ്ങുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് ഈ കാവുംകോളി ചൗക്കി ഭാഗങ്ങളിലൊക്കെ തന്നെ കടലോര മേഖലകളിൽ കടലോര ഗ്രാമങ്ങളിൽ മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങളിലൊക്കെ തന്നെ കടലേറ്റം രൂക്ഷമാകുന്നൊരു സാഹചര്യമുണ്ട്. വീടുകളുടെ ഭാഗങ്ങളൊക്കെ തന്നെ തകർന്നുറങ്ങുന്ന തെങ്ങുകളൊക്കെ തന്നെ കടലെടുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. മുൻകാലങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രയാസം അനുഭവപ്പെട്ട ഒരു മേഖലയായിരുന്നു അത്. പക്ഷേ ഇത്തവണ അത്രത്തോളം വലിയ ഭീഷണി ഇല്ലെങ്കിലും വരും ദിവസങ്ങളിലും ആ ഒരു തുടർച്ചയായി തന്നെ ഈ രീതിയിലുണ്ടാകുന്ന ശക്തമായ മഴ ജില്ലയിൽ അനുഭവപ്പെടുകയാണെങ്കിൽ അതിന് സമാനമായ രീതിയിൽ തന്നെ പ്രയാസങ്ങൾ ഉണ്ടാകാനും ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്നിരുന്നാലും സ്ഥിതിഗതികൾ ശാന്തമാണ്. പ്രത്യേകമായ ആളുകൾ ഉൾനാടൻ ജലാശയങ്ങളിലേക്കും അതോടൊപ്പം തന്നെ കടലിലേക്കൊക്കെ തന്നെ മത്സ്യബന്ധനത്തിനായി പോകുന്ന ആളുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് കൂടി ജില്ലാ ഭരണകൂടം പ്രത്യേകം പറഞ്ഞു വെക്കുന്നുണ്ട്.